രാജീവിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. മരുന്നൊക്കെ കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണം. 2 ദിവസം കൂടുമ്പോൾ ആ മുറിയൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണം. ഞാൻ അതൊക്കെ ചെയ്തോളാം. നീ ഇതൊന്നും ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ നീ അതൊന്നും ചെയ്ത് കണ്ടില്ല, അതുകൊണ്ട് അതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. ആ ആശ്രമത്തെ മുഴുവൻ ഞാൻ വിലക്കെടുക്കും. ഇത് ജീവൻ മരണ പോരാട്ടമാ. ഇവിടെ അവന്തികയ്ക്ക് തോൽക്കാൻ പറ്റില്ല. തോറ്റാൽ അതെന്റെ മരണമാ. ഇനി എന്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താ ഗുരുജി? പുതിയ അതിഥികള് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അതിഥികൾക്ക് താമസിക്കാൻ ഗസ്റ്റ് ഹൗസും ആശ്രമത്തിലെ മുറികളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഗുരുജിയെ കാണാനാണോ? അതെ. എവിടുന്നാ? കുറച്ച് ദൂരേന്നാ. നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ഗുരുജിയെ കാണാൻ പറ്റില്ലേ? നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെ ഗുരുജി ആരെയും കാണാറില്ല. അതെന്താ അങ്ങനെ? ചില സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ടാ. വരുന്നവരിൽ മിത്രങ്ങൾ മാത്രമല്ല, ശത്രുക്കളും ഉണ്ടാവുമല്ലോ. അതെല്ലാം നോക്കിയിട്ടേ ദർശനം അനുവദിക്കാറുള്ളൂ. ഇദ്ദേഹം ആരാണ്? എന്റെ സഹായിയാണ്. സഹായി എന്ന് പറയുമ്പോ വെറും സഹായിയാണോ അതോ? ഇത് ആശ്രമമാണോ അതോ പോലീസ് സ്റ്റേഷനാണോ? പോലീസ് സ്റ്റേഷനിലെ സാധാരണ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറ്. കൂടെ വരുന്ന ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള സ്ഥലം അപ്പുറത്താണ്, അതാ ചോദിച്ചത്. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. അയ്യോ, നിങ്ങൾ അങ്ങനെ വന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഗുരുജി അപ്പൊ തന്നെ അത് കൈയോടെ പിടിക്കുകയും ചെയ്തു. ഇദ്ദേഹം എന്റെ ഡ്രൈവർ മാത്രമല്ല, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാ. ഗുരുജി സത്സംഗത്തിലാണ്. വരൂ. ധർമ്മത്തിനു മുമ്പിൽ അധർമ്മം എത്ര വേഷം കെട്ടിയാലും ഒടുവിൽ അതിന്റെ യഥാർത്ഥ രൂപം സ്വയം വെളിച്ചത്ത് വരും. ശത്രു പുറത്തല്ല, അകത്താണ്. വരൂ. തങ്ങളുടെ തോൽവി മറയ്ക്കാൻ അവരെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കും.
പുറമേ ചിരിച്ചുകൊണ്ട് മനുഷ്യൻ എത്ര കപടതയോടെ നടന്നാലും ഒരു ദിവസം അവൻ വിധിക്കപ്പെടും. വരൂ. ശത്രു പുഞ്ചിരിയോടെ നമ്മുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴും സ്നേഹത്തിന്റെ വാക്കുകൾ പറയുമ്പോഴും അവർ വിചാരിക്കുന്നത് അവരുടെ കപടത ലോകം കാണുന്നില്ലെന്ന്. എന്നാൽ കാണേണ്ടവരെല്ലാം കാണുന്നുണ്ട്. വിശ്വാസത്തിന്റെ ഇടങ്ങളിൽ പോലും ചിലർ വിഷം വിതയ്ക്കാൻ വരും. പക്ഷേ അവരൊന്നും മറന്നു പോകുന്നു. അവർ വന്നു നിൽക്കുന്ന ഇടം ഒരു സാധാരണ സ്ഥലമല്ല. സത്യത്തിന്റെ ശക്തി നാളെ അവരെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് ശത്രുവിന്റെ പേര് പോലും ലോകത്തു നിന്നേ മാഞ്ഞു പോകും. ചേച്ചി, മോളെ ഞാൻ ചേച്ചി ഏൽപ്പിച്ചിട്ട് പോകുന്നേ. അവളുടെ കാര്യം ചേച്ചി ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഗൗരിമോളോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമില്ലെന്നാണോ നീ വിചാരിക്കുന്നേ? എടി, സ്നേഹമില്ലാത്തോണ്ടല്ല. നീ ടിവിയിലും മൊബൈലിലും നോക്കിയിരുന്ന് സമയം കളയുമ്പോ മോളുടെ കാര്യം മറന്നു പോകരുത്, അത്രേ ഉള്ളൂ. രാജീവിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. മരുന്നൊക്കെ കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണം. 2 ദിവസം കൂടുമ്പോൾ ആ മുറിയൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണം. ഞാൻ അതൊക്കെ ചെയ്തോളാം. നീ ഇതൊന്നും ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ നീ അതൊന്നും ചെയ്ത് കണ്ടില്ല, അതുകൊണ്ടാണ് അതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അമ്മയോട് അമ്മ ഇത് എങ്ങോട്ട് പോകുന്നു? ഇവരുടെ കൂടെ ഞാനും പോവാ. അത് കൊള്ളാം. എന്നിട്ട് അമ്മയെ നേരത്തെ പറഞ്ഞില്ലല്ലോ. അതിന് നേരത്തെ തീരുമാനിച്ചില്ലല്ലോ. ഇപ്പോഴല്ലേ ഞാൻ തീരുമാനിച്ചത്. ഇത് എന്തൊരു പരിപാടിയാ അമ്മേ? അമ്മയും കൂടി പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ആഹാരമൊക്കെ ആരുണ്ടാക്കും? നീ തന്നെ ഉണ്ടാക്കിയാ മതി. അപ്പൊ ഗൗരിമോളെ രാജീവേട്ടനെ നോക്കുന്നതോ?